ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മുടെ ചാക്കോൻ്റെ സർജറി ഡേ. അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു 5:15 ഇപ്പോൾ എഴുന്നേറ്റ് ഫ്ലാസ്ക് തിളപ്പിക്കൽ, കുപ്പി തിളപ്പിക്കൽ ഒക്കെ ആയിട്ടിരുന്നു. ഇവരൊരു 6:15 ശേഷമാണ് കേട്ടോ ഡോൺ ചേട്ടനും ചാക്കോ എഴുന്നേറ്റത്. തോമു നല്ല ഉറക്കമാണ്. അമ്മയ്ക്ക് മോളിനെ സ്തുതി കൊടുത്തിട്ടാണ് കേട്ടോ ഇറങ്ങി വന്നത്. അപ്പോൾ ദേ എല്ലാവർക്കും സ്തുതി കൊടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. എല്ലാവരും ഞങ്ങൾ പോകുന്നത് കാണാനായിട്ട് ഇറങ്ങി വന്നതാണ്. വളരെ നേരത്തെയാണല്ലോ, 6:30 ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമ്മളോട് 7 മണിക്ക് അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞത്. അപ്പം ഒരു 6:35 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഇന്നലെ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ രാവിലെ ജസ്റ്റ് നമുക്കൊന്ന് കുരിശുതൊട്ടിയിൽ പോയിട്ട് പോവാം എന്നുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ പോണത്. ഞാൻ മനസ്സിൽ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ എൻ്റെ മനസ്സ് ഡോൺ ചേട്ടൻ എങ്ങനെയോ വായിച്ചെടുത്തു. അപ്പോൾ ഡോൺ ചേട്ടൻ ഇറങ്ങിക്കോളാം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ദേ ഡോൺ ചേട്ടൻ പോകുന്നുണ്ട്. അപ്പോൾ ചാക്കോ ചോദിക്കുകയാണ്, ഇവിടെ എന്താ ചെയ്യണേ, നമ്മൾ പള്ളിയിൽ പോയതല്ലേ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ ഭയങ്കരമായിട്ട് പാനിക് ആവും കേട്ടോ. വണ്ടി ഇനി ആരെടുക്കും, എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ എന്തോ അറിയില്ല. അങ്ങനെ ദേ ഡോൺ ചേട്ടൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ മോസ്റ്റ്ലി എവിടെ പോയാലും ദൂരയാത്ര അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ കയറി ഒന്ന് പ്രാർത്ഥിച്ച് നേർച്ചിട്ടിട്ടേ പോവുള്ളൂ കേട്ടോ. അപ്പോൾ ദേ ചാക്കോ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചാക്കോയും പ്രാർത്ഥിക്കും ഈശോയോട്. അവനോട് നമ്മൾ അത്ര സിവിയർ ആയിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കുഞ്ഞുകുട്ടിയല്ലേ, എല്ലാം അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമുക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കുറച്ചും കൂടെ കഴിയുമ്പം പറഞ്ഞ് മനസ്സിലാക്കാം. അല്ലാണ്ട് നമ്മളിപ്പം ഇതിന് പോവാണ് ഇന്നത് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം ആ പഞ്ചായത്തിൽ പോലും അവൻ നിൽക്കില്ല കേട്ടോ. കുറേ പേര് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയച്ചിരുന്നു, ഓക്കെ അല്ലേ, മീൻസ് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം ഇന്ന് തന്നെ വീഡിയോ ഇട്ട് എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും അപ്ഡേറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേട്ടപ്പോൾ തൊട്ട് ഞാൻ വിചാരിച്ചതാണ്, എന്നാൽ രാവിലെ തൊട്ട് അങ്ങ് വ്ളോഗ് എടുക്കാം. ശരിക്കും ഞാനിത് കഴിഞ്ഞ് അപ്ഡേറ്റ് മാത്രം തരാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഇരുന്ന്. പക്ഷെ ഞാൻ ഓർത്തു, എന്തുകൊണ്ട് രാവിലെ തൊട്ട് എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചുകൂടാ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ ടൈമും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം ഞാൻ വോയിസ് ഓവർ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. കാരണം പണികൾ അത്രയും കുറയ്ക്കുമ്പോൾ എനിക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസി ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പോവാണ്. വിചാരിച്ചതിലും വേഗം തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ രാവിലെ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും രാവിലെ ഞാനിവിടെ അമ്പലത്തിൻ്റെ ഏരിയ കാണുന്നത്. വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ദേ എന്താ പറയാ, അടുത്തെത്തും തോറും ചെറിയൊരു നെഞ്ചിടിപ്പാണ് കേട്ടോ. സംഭവം നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ മക്കൾക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ചെറിയൊരു അങ്കലാപ്പ് എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. കാരണം നമ്മളോട് നേരത്തെ വരാൻ പറയാൻ കാരണം കുറേ കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് ചെയ്യാൻ തന്നെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ പാച്ചുവിന് ചെയ്തിട്ട് അറിയാവുന്നുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ ദൈവമേ ഇവൻ എക്സ്റേക്ക് നിൽക്കുമോ എന്നുള്ളതായിരുന്നു. കാരണം അവിടെ പല്ലിൻ്റെ അവിടെ പോയേ പിന്നെ അവന് വലിയ താല്പര്യം ഇല്ല അതിനോട്. എന്ന് പിന്നെ ഡോൺ ചേട്ടനും ഉണ്ടല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോൾ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ആണ് കേട്ടോ. എനിക്കന്ന് മറ്റേ പല്ലിൻ്റെ എടുക്കാൻ പോയപ്പോഴും കോൺഫിഡൻസ് കുറവൊന്നും ഇല്ലായിരുന്നു. അവനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാം എന്നുള്ളൊരു ഉറപ്പ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ബട്ട് അവൻ്റെ പ്രായം അതെനിക്കൊരു പ്രശ്നമാണ്. ബട്ട് വീണ്ടും വന്നല്ലേ, സോറി. അങ്ങനെ ദേ നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. നമുക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ. അപ്പം ഇൻഷുറൻസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. ഇതൊരു ഡെന്റൽ സർജറി ആയതുകൊണ്ട് തന്നെ കോസ്മെറ്റോളജി ഇതാണ്. ബട്ട് ചില ഇൻ കേസ് കിട്ടാറുണ്ട്. പാച്ചുവിന് കിട്ടിയിരുന്നു. കാരണം പാച്ചുവിന് കുറച്ചധികം ഇഷ്യൂ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പാച്ചുവിന് കിട്ടിയിരുന്നു. പല്ലിലൊക്കെ മോണയിലൊക്കെ വീക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചാക്കോന് എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെ നമ്മൾ റൂം ബുക്ക് ചെയ്ത്, കാരണം നോർമൽ റൂമാ പറഞ്ഞിരുന്നെങ്കിലും വേക്കൻ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഗതികേടും കൊണ്ട് നമുക്ക് AC സിംഗിൾ റൂം എടുക്കേണ്ടി വന്നു. നമ്മൾ ദയയിൽ കിടന്ന സമയത്ത് തന്നെ ആ ടൈപ്പ് റൂമാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ കാഷ്വാലിറ്റിയിൽ ചെല്ലുമ്പോൾ ഉള്ള ബേസിക് കാര്യങ്ങൾ, മറ്റേ പ്രഷറല്ലോ, ഓക്സിമീറ്റർ വെച്ചിട്ട് നോക്കുക. പിന്നെ തെർമോമീറ്റർ, ഡോക്ടർ മറ്റേ ചെസ്റ്റ് ക്ലിയർ ആണോ, ഹൈറ്റ് ഒക്കെ നോക്കണമല്ലോ. അപ്പോൾ അവരുടെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പാച്ചുവിനെയാട്ടോ ഓർമ്മ വന്നു. ഞങ്ങളിങ്ങനെ വന്നിരുന്നത് ഇവിടം വരെ വളരെ കൂളായിട്ട് പോയെങ്കിലും പിന്നീട് അങ്ങോട്ട് വലിയ സുഖം ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ നിന്നാണ് നമുക്ക് എക്സ്റേ റെഫർ ചെയ്ത് തരുന്നത് കേട്ടോ. ഡോക്ടർ, കാഷ്വാലിറ്റിയിലെ ഡോക്ടർ നമ്മളെ വന്ന് കൺസൾട്ട് ചെയ്ത് അവൻ്റെ ചെസ്റ്റ് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് ഡോക്ടറിൻ്റെ വക ഒരു ലെറ്റർ നമ്മുടെ ഡോക്ടറിന് പോവും. കാരണം ചെസ്റ്റ് പക്കയായിരിക്കണം. അപ്പം അത് ഒരു ഇതാണല്ലോ. അങ്ങനെ അതിനായിട്ടുള്ള എക്സ്റേ എടുക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. കാരണം പാച്ചുവിനെ കൊണ്ടുപോയിട്ടുള്ളതാണ് ഞാൻ. പക്ഷെ നമുക്കന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പാച്ചുവിൻ്റെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സാരമില്ല എന്ന് പറഞ്ഞ് വിടുക എന്തോ ചെയ്തു. പിന്നെ അവരെടുത്തോളാന്നോ അങ്ങനെ എന്തോ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ദേ വെയിറ്റ് ഒക്കെ നോക്കി ഇനിയിപ്പോൾ ഹൈറ്റ് നോക്കുകയാണ്. അപ്പോൾ കുട്ടി വളരെ
എന്താ പറയാ, സൗമ്യമായിട്ട് പിള്ളേരുടെ അടുത്ത് ഒരു തഞ്ചത്തിന് നിന്നാലേ പിള്ളേർ ഈ ഹോസ്പിറ്റലിൽ ഒക്കെ കയറുള്ളൂ, അല്ലെങ്കിൽ വലിയ സുഖം ഉണ്ടാവില്ല. അങ്ങനെ ദേ ഹൈറ്റ് ഒക്കെ നോക്കാനുണ്ട്. ചാക്കോന്റെ ഹൈറ്റ് ഇതുവരെ സത്യം പറഞ്ഞാൽ നോക്കിയിട്ടില്ല. എനിക്കതൊന്ന് അറിയണമെന്നുണ്ട്. പക്ഷെ ഞാൻ അത് മാത്രം ഡോൺചാനോട് ചോദിക്കാൻ വിട്ടു. വെയിറ്റ് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ, ഹൈറ്റ് ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. ഇപ്പൊ ഇത് കണ്ടപ്പോഴാണ് ഓർത്തത് കേട്ടോ. അങ്ങനെ ഞാൻ ഡോക്ടറിനോടൊക്കെ സംസാരിച്ചതിന് ശേഷം ദേ ടാഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ കയറിയ മസ്റ്റ് ആണല്ലോ കയ്യില് ടാഗ് എന്നുള്ളത്. അപ്പൊ ടാഗ് കിട്ടിയപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. എന്തോ അവാർഡ് കിട്ടിയ പോലെയായിരുന്നു കേട്ടോ കുട്ടിക്ക്. അപ്പൊ നമ്മള് വേറെ ഒന്നിലേക്കും അവനെ ഫോക്കസ് ചെയ്യുന്നില്ല. അവിടെ ഇവിടെ ദണ്ഡാപാനികളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ഒന്ന് ചോദിച്ചു, ഇതിന്റെ വാതിൽക്ക് നിന്നപ്പോ ഒന്ന് ചോദിച്ചു കേട്ടോ. ഞാൻ ദണ്ഡാപാനി എന്ന് പറയാൻ കാരണം അവൻ എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു 9 മണി വരെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ഇപ്പം 8 മണി ആയിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ജസ്റ്റ് 8 മണി ആയിട്ടേ ഉള്ളൂ. അങ്ങനെ നമുക്ക് എക്സ്റേയുടെ സ്ഥലത്തേക്ക് പോകണം കേട്ടോ. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു ചെസ്റ്റ് എക്സ്റേ, അവരുടെ ഒരു കൺഫർമേഷൻ കൺജഷൻ ഒന്നും ഇല്ലല്ലോ എന്നറിയാനായിട്ടായിരിക്കും മേ ബി. അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത്, നമ്മൾ നല്ല നേരത്തെ ആണല്ലോ വന്നത്. സോ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ നമുക്ക് എല്ലായിടത്തും ഉണ്ടായിരുന്നു. എന്ന് വെച്ചിട്ട് ബുദ്ധിമുട്ടല്ല കേട്ടോ, അവരെല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയിൽ ചെയ്തെന്ന് ചാക്കോനെ വളരെ ഹാപ്പി ആയിട്ടാണ് ആ ഒരു സ്റ്റാഫ് ഹാൻഡിൽ ചെയ്ത്. നമ്മൾ എക്സ്റേ എടുത്തു, അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു എനിക്ക്. ശരിക്കും നമുക്ക് ഈ ഇൻ ബിറ്റ്വീൻ സർജറി ഒരു പല്ലിൻ്റെ എക്സ്റേ അവർക്ക് എടുക്കേണ്ടി വരും. കാരണം അവൻ്റെ വേദന എടുത്ത പല്ലിൻ്റെ എക്സ്റേ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റിപ്പോർട്ട് വാങ്ങിക്കാൻ വന്നു. നമ്മളിനി എല്ലാ ബിൽസും ക്രെഡിറ്റ് ആണ് ചെയ്യുക. ലാസ്റ്റ് പോകാൻ നേരത്തെ ബില്ല് തരുള്ളൂ കേട്ടോ, ടോട്ടൽ ബില്ല്. പിന്നെ നമ്മൾ ഇൻഷുറൻസിന് റീഇംബേഴ്സ്മെൻറ്റിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഹോസ്പിറ്റലിൽ സ്റ്റാർ ഹെൽത്ത് ഇല്ല. ഇനിയിപ്പം 9 ഇൻഷുറൻസ് ഓപ്പൺ ആയിട്ട് വേണം നമുക്കത് പോയി കാര്യങ്ങൾ അന്വേഷിക്കാൻ കേട്ടോ. അങ്ങനെ ദേ എന്തോ കിട്ടിയ മട്ടിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം ആ സ്റ്റാഫിന് സ്പെഷ്യൽ താങ്ക്സ്. കാരണം അവനെ അത്രയും കോപ്പറേറ്റീവായിട്ട് വെച്ചത് അവരുടെ ഒരു മിടുക്ക് കൊണ്ട് മാത്രമാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മളിനി ഈ റിസൾട്ട് കൊണ്ട് കാഷ്വാലിറ്റിയിൽ പോയിട്ട് ആ റിസൾട്ട് കാഷ്വാലിറ്റിയിൽ കൊടുക്കുമ്പോൾ അവർ നമ്മളെ ഇനി റൂമിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ഓൾറെഡി റൂമൊക്കെ എടുത്തു, ബട്ട് നമ്മളിതുവരെ റൂമിൽ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അവരുടെ ഡ്യൂട്ടിയാണ് നമ്മളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാന്നുള്ളത് കേട്ടോ. അങ്ങനെ നമ്മളിത് ഈ റൂമിൽ പോവാണ്. അങ്ങനെ നല്ല വൃത്തിയുള്ള ഒരു റൂമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നാളെ വൈകുന്നേരം വരെ നമ്മളുടെ വാസം ഇവിടെയാണ് കേട്ടോ. എങ്ങനെയാണെന്ന് അറിയില്ല, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് വോയിസിന് കുറേ ബ്രേക്ക് വന്നു, വേറെ ഒന്നും കൊണ്ടല്ല, പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ഒപ്പിടാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഒരു ബ്രേക്ക്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വോയിസ് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ ദേ ഡോൺ ചേട്ടൻ ചായ കുടിക്കാൻ പോകുന്നുണ്ട്. ഡോൺ ചേട്ടൻ രാവിലത്തെ ചായ കിട്ടിയില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡോൺ ചേട്ടൻ പറഞ്ഞു ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചേഞ്ച് ഉണ്ടെങ്കിൽ ചേഞ്ച് തായോ എന്ന് പറഞ്ഞിട്ട് ചേഞ്ച് എടുക്കുകയാണ് കേട്ടോ. ഞാൻ ഓർത്തു ചാക്കോനെ കയറ്റിയതിന് ശേഷം ഞാൻ പോയി ചായയൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളെ അവിടെ പിന്നെ ഇരുത്തില്ല, 3 hours കഴിയുമ്പോൾ അവർ വിളിക്കും നമ്മളെ, അങ്ങനെയാണ്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസ് എടുത്ത് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാം കേട്ടോ ഞാൻ. അപ്പോൾ ഇത് മെഡിസിൻ എഴുതി വിട്ടിട്ട് ഡോൺ ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ കെനിയുലെയും സാധനങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി കിളി പോയി. നമ്മൾ ശരിക്കും എപ്പോഴാണ് ഒരു 1.5 year ബാക്കാണ് നമ്മുടെ റഹ്മാൻ സാറിൻ്റെ അഡ്മിഷന് പോയതും കെനിയിൽ കുത്തിയതും ഒക്കെ കേട്ടോ. അന്നൊക്കെ പിടിച്ച് കെട്ടിയിട്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമുക്ക് അധികം ചിന്തിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പൊ ദേ അപ്പേനെ പല്ല് കാണിച്ചു കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഡോൺ ചേട്ടൻ ഈ സീൻസിലൊന്നും ഇല്ലല്ലോ. ഡൽഹിയിൽ പോയ സമയമായതുകൊണ്ട് ഡോൺ ചേട്ടൻ ശരിക്കും കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ചാക്കോ ഒരു 9:15 പറഞ്ഞു തുടങ്ങി, എനിക്ക് നല്ല പോലെ വിശക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ഭക്ഷണം താ. ആ ഒരു വാക്ക് കേട്ടാൽ എനിക്ക് ടെൻഷൻ ആവുമെന്ന് വിചാരിച്ചിട്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ സർജറിയേക്കാളും കൂടുതൽ ടെൻഷൻ അതായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും കറക്റ്റ് നേഴ്സ് വന്ന് വിളിച്ചു, നമുക്ക് പോവാൻ സമയമായി വായോ എന്ന്. അപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. അറിയാലോ, അവനോ വീഡിയോ കാണുന്നവർക്ക് അറിയാം, അവൻ വളരെ കൃത്യനിഷ്ഠതയിൽ ഭക്ഷണം, നമ്മളെക്കാളും ഭയങ്കര കൃത്യനിഷ്ഠയിൽ ചോറ് വെക്ക് കറി വെക്ക് എന്നൊക്കെ പറയുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ OT-യിൽ എത്തിയിട്ടുണ്ട്. പിന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, അത്രയ്ക്കും കോപ്പറേറ്റീവ് ആയിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും, അവന് വേണ്ടി ആ OT അവർ തുറന്നു കൊടുത്തിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഡ്രസ്സ് മാറണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം വളരെ പീസ്ഫുള്ളി കാമായിട്ട് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് അവൻ ഡ്രസ്സ് മാറാൻ അവരുടെ കൂടെ പോയെന്ന് വെച്ചാൽ ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ച കാര്യമല്ല കേട്ടോ. കാരണം ചാക്കോ പ്രത്യേക ഒരു ടൈപ്പാണ്, അതൊന്നും സമ്മതിക്കില്ല.
ബട്ട് അവൻ വളരെ നല്ല കുട്ടിയായിട്ട് പോയി. പക്ഷെ ട്വിസ്റ്റ് വന്നത് വേറൊരു കാര്യത്തിൽ, അവന് ഗ്രീൻ ഡ്രസ്സ് വേണ്ടാന്ന്, ബ്ലൂ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചേച്ചിയായിട്ട് ചെറിയൊരു അടിയായിട്ടോ. അപ്പോൾ അതിന്റെ മുണ്ടുണ്ടായിരുന്നു അടിയിൽ. അപ്പൊ മുണ്ടിടാനൊന്നും മൂപ്പര് സമ്മതിച്ചില്ല. ഉള്ളതാട്ടെന്ന് ചോദിച്ചു. അപ്പൊ ഈ കുട്ടിയാണ് കേട്ടോ ചെയ്തത്. ഭയങ്കര, അപ്പം ഡോക്ടറിനോട് പറഞ്ഞിട്ട് അടി വാങ്ങിച്ചു തരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ആട്ടെ. പിന്നെ അവനെ മാക്സിമം എന്റർടൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ആ OT-യിലുള്ള എല്ലാവരുടെയും ദൗത്യം കേട്ടോ. അപ്പം ആൾക്കാർ ഡ്യൂട്ടിക്ക് വന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആള് കൂടുന്നതിനനുസരിച്ച് ചാക്കോയുടെ ഡിമാൻഡ്സും കൂടി അവരുടെ താക്കോലൊക്കെ എടുത്ത് കൈ പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു സാധനം കിട്ടി, അതാണ് സാനിറ്റൈസർ. അവിടെ നിന്ന് എല്ലാവരുടെയും കൈ ഒരു 20 പ്രാവശ്യം, കുറഞ്ഞത് 20 ആവില്ല, അതിൽ കൂടുതൽ സാനിറ്റൈസ് ചെയ്തിട്ട് അവസാനം അവരുടെ കൈ പൊള്ളുവോ എന്നുള്ളതായിരുന്നു എൻ്റെ ആകെയുള്ള ഒരു ടെൻഷൻ കേട്ടോ. പിള്ളേര് ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ഡോക്ടേഴ്സ് ആയിക്കോട്ടെ ദേഷ്യപ്പെടുക ഒന്നും ചെയ്തില്ല. പറഞ്ഞത് അവൻ ഓക്കെ ആണ്, നമ്മൾ പേടിപ്പിക്കാൻ പാടില്ലല്ലോ. അവൻ ഓക്കെ ആയിട്ടിരുന്നാലേ അവർക്ക് അവരുടെ കാര്യങ്ങൾ സ്മൂത്തി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കും പുറത്ത് സമാധാനമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഭയങ്കരമായിട്ട് ഞാൻ സന്തോഷത്തിലായിരുന്നു കേട്ടോ. കാരണം അവൻ അത്രയും പീസ്ഫുള്ളി ആണ് ഇരുന്നത്. ഇനിയിപ്പോ തിരിച്ചു വരുമ്പോ അതാവും നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ആവശ്യം അതായിരുന്നു, അവനെ വളരെ ഹാപ്പി ആയിട്ട് അകത്ത് കയറ്റി വിടുക, സർജറി ഹാപ്പി ആയിട്ട് കഴിയുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ ദൗത്യം. അങ്ങനെ OT-യിൽ കുറച്ച് പേരുടെ എണ്ണം കൂടിയപ്പോൾ ഞങ്ങൾ നൈസായിട്ടൊന്ന് പുറത്തിറങ്ങി. കാരണം അവൻ അവനോട് വർത്താനം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചാക്കോന് കളിക്കാൻ ഒരു ടോയ് നേഴ്സി ചേച്ചി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്ലൗസ് മുറിച്ചിട്ട് അതിനകത്ത് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മൂപ്പർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവൻ പുറത്ത് നിന്ന് കരഞ്ഞു തുടങ്ങി, നമുക്ക് വീട്ടിൽ പോവാം, ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പൊ അവന്റെ മൈൻഡ് മാറ്റാനായിട്ട് അവർ തന്നെ കണ്ടെത്തിയ ഒരു സൊല്യൂഷനാണ്. ഞാൻ ഇതാണ് പറഞ്ഞത്, അവര് ഭയങ്കര ടേക്ക് കെയർ ചെയ്തിരുന്നു. ഇല്ലാത്ത കാര്യമല്ല കേട്ടോ, ഉള്ള കാര്യം തന്നെയാണ്. എനിക്ക് ഇഷ്ടമായാൽ ഞാൻ ഇഷ്ടമായി എന്ന് പറയും, ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് തന്നെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ ദേ വീട്ടിലേക്ക് വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പം അവൻ എല്ലാവരെയും കാണണം കേട്ടോ. മമ്മി വന്നാൽ ചോദിക്കും ഡിമ്പിൾ എവിടെ, ഡിമ്പിൾ വന്നാൽ ചോദിക്കും ഡാഡി എവിടെ, ഡാഡി വന്നാൽ ചോദിക്കും പാച്ചു എവിടെ, പാച്ചു വന്നാൽ അവിടെ തോമു എവിടെ. ഇന്ന് അമ്മയും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ലീലമാമ എവിടെയെന്ന് ചോദിച്ചാൽ അമ്മേനെ കാണാൻ അവൻ ഓർത്തു കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അവനിപ്പം അമ്മേനെ അങ്ങനെ സ്ഥിരം വീഡിയോ കോളിൽ കാണുന്നല്ലാണ്ട് നേരിട്ട് കാണാത്തൊരു വ്യക്തിയാണല്ലേ, ആ വീട്ടിലെ അല്ലാത്തൊരു വ്യക്തിയാണ്. ബട്ട് അവനത് ഓർത്ത് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇപ്പൊ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്തായി, ഓക്കെ അല്ലേ, ചാക്കോ സർജറി കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട്. അവനൊരു 10:15 കേട്ടോ കയറ്റിയത്. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ 10:50 ആയിട്ടേ ഉള്ളൂ. നമുക്ക് 3 hours ആണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഞാൻ ഈ വീഡിയോ അവന്റെ സർജറി കഴിഞ്ഞ് ഇടുള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുമല്ലോ. അപ്പൊ എന്താണ്, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നിങ്ങളുടെ ഓരോ മെസ്സേജുകളും അത്രയ്ക്കും നമ്മുടെ മോന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ നമ്മളെ അറിയാത്തവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ. വീഡിയോയിലൂടെ മാത്രം കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ മനസ്സിൽ കയറ്റി ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചാക്കോച്ചൻ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ചാക്കോച്ചൻ്റെ കാര്യങ്ങളൊക്കെ. അങ്ങനെ 3 മണിക്കൂർ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഡോൺ ചേട്ടൻ ഒന്ന് ഉറങ്ങി കേട്ടോ. ഡോൺ ചേട്ടൻ സത്യം പറഞ്ഞാൽ ഡൽഹിയിൽ പോയിട്ട് വന്നതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും OT-ന്ന് ആൾ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ചാക്കോച്ചനെ ദേ ഇറക്കിയിട്ടുണ്ട്, വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാണാൻ പോയതാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ സർജറി കഴിഞ്ഞു കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. ബട്ട് 4 പല്ലും ചെയ്യേണ്ടി വന്നു കേട്ടോ. അകത്ത് ശരിക്കും ഡെഡ് ആയിട്ടുണ്ടായിരുന്നു പല്ല്. ബട്ട് അവൻ എന്തുകൊണ്ട് വേദന പറഞ്ഞില്ല എന്നുള്ളതാണ് ഡോക്ടറിന്റെ ഒരു കൺസേൺ. കാരണം അത്രയ്ക്കും മോശമായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അതെല്ലാം നമ്മൾ ചെയ്തു. ബാക്കി എന്തോ ഒരു ഇനാമൽ കോട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞു. അത് നമ്മൾ ഓൾറെഡി നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നതാണ്. അപ്പം 4 പല്ലും റൂട്ട് കനാൽ ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ഡോക്ടറെ വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ടോൺസിലിൻ്റെ ഒരു പ്രശ്നം അവനുണ്ട്, അത് എനിക്കുണ്ട് അവനും ഉണ്ട്. അപ്പോൾ അതിനിപ്പോൾ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ കരഞ്ഞ് എഴുന്നേറ്റാലേ അത് മാറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവന് ബ്രീത്തിങ്ങിൻ്റെ എന്തോ ഒരു ടേം പറഞ്ഞു, അതിൻ്റെ ഒരു പ്രോബ്ലം വരുമെന്ന് പറഞ്ഞു. പിന്നെ അവൻ എഴുന്നേറ്റ് കരഞ്ഞപ്പോൾ അത് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയി കണ്ടു. അപ്പാന്ന് വിളിച്ചതായിരുന്നു, കരഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് ഡോൺചാൻ്റെ കയ്യിൽ നിന്നാണ് പിടിച്ച് വലിച്ച് കൊണ്ടുപോയത്. എന്നാലും വലിയ പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. നമ്മൾ വിചാരിച്ചത്ര കരച്ചിലും ബഹളമൊന്നും ഉണ്ടായില്ല. ബട്ട് എന്ത് പറഞ്ഞാലും അവൻ അപ്പയാണ് മെയിൻ കേട്ടോ. അപ്പം നമ്മളെ ഒരു കുറച്ച് നേരം ഒബ്സർവേഷനിൽ ICU-ൽ OT ICU-ൽ കിടക്കണം, 2.5 മണിക്കൂറെങ്കിലും കിടക്കണം എന്ന് പറഞ്ഞു കേട്ടോ.
അവൻ ഓക്കെ ആണെങ്കിൽ ഇന്ന് തന്നെ പോവാൻ, പനിയൊന്നും ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഈവനിങ് പോവാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നാളെ പോവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇൻഷുറൻസിന്റെ, പക്ഷെ ഡോക്ടർ പറഞ്ഞു ഇത് അങ്ങനെ പല്ല് അവൻ എടുക്കേണ്ടി വരുമോ, അങ്ങനെ എമർജൻസി ഒന്നും അല്ല, ജസ്റ്റ് റൂട്ട് കനാൽ ആണ്. നമുക്ക് ഡെന്റൽ കവർ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, അത് ഡോക്ടർ തന്നെ അറിയുള്ളൂ. അപ്പം അങ്ങനെ കാര്യമായിട്ട് കിടക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. നമുക്ക് പാച്ചുവിന് വന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ എന്നിട്ടായിരുന്നു വൈകുന്നേരമാണ് ചെയ്തത്, അതിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അറിയില്ല, എന്തായാലും കുട്ടിക്ക് ഏതാണോ സേഫ് അത് നോക്കിയിട്ട് നമ്മൾ ചെയ്യുള്ളൂ. ആദ്യം എൻ്റെ കൂടെ കിടത്തി ഡോൺ ചേട്ടൻ നൈസായിട്ട് കിടത്തി നോക്കി നീ കിടക്കുന്നു പറഞ്ഞിട്ട്, കാരണം ഒട്ടും എക്സ്പീരിയൻസ് ഡോൺ ചേട്ടൻ പേടിയാണ് ഒന്നാമത്. പക്ഷെ അവൻ സമ്മതിച്ചില്ല, കരഞ്ഞ് കീറി പൊട്ടിച്ചു. പിന്നെ അതായത് ഇതിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വയനില ഐസ്ക്രീം തന്നെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിക്കാൻ പോകാൻ അതിന് മുമ്പ് അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് തരാൻ പറഞ്ഞു. അപ്പോൾ ഡോൺ ചേട്ടന് എടുക്കാൻ പാകത്തിന് ഞാൻ ബെഡിലൊക്കെ എടുത്ത് വെച്ചിട്ടാണ് പോയത്. എൻ്റെ അറിവിൽ ഞാൻ അവിടെ ഇരിക്കണു, ഡോൺ ചേട്ടൻ പുറത്തിരിക്കണു എന്നാണ്. പക്ഷെ കഥയിൽ ട്വിസ്റ്റ് വന്നില്ല. അപ്പം ഡോൺ ചേട്ടൻ കരയിപ്പിക്കില്ല. അവൻ കനുവിൽ ഊരാൻ ഭയങ്കര വഴക്കാണ് കേട്ടോ. സ്റ്റിൽ നൗ അത് പറഞ്ഞിട്ടാണ് കരയുന്നത്. വേറെ ഒന്നിനും അല്ല, റൂമിൽ പോവാം കനുവിൽ ഊരാം, ഇത് മാത്രമുള്ള അവൻ്റെ കൺസേൺ കേട്ടോ. അപ്പം ഇപ്പം കുഴപ്പമില്ല, ഞാനിപ്പോൾ പോയി ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂറിന് ശേഷമേ അവർ ഇത് കൊടുക്കുകയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് അവൻ ഭക്ഷണം ചോദിച്ചാൽ നമ്മൾ പെടും. പക്ഷെ ഉറങ്ങണം എന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ. അതിൻ്റെ ഫുൾ ഹാങ് ഓവർ മാറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറിയില്ല, എന്തായാലും നമ്മുടെ ചാക്കോച്ചൻ ബെറ്റർ ആയിട്ടോ. പല്ലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഒരു കൺസേൺ ടോൺസിലാണ്. അത് പിള്ളേരിൽ ചിലരിൽ കാണുന്നതാണെന്ന് പറഞ്ഞു. അത് പാച്ചുവിനും ഉണ്ട് കേട്ടോ. പാച്ചുവിനും ഉണ്ട്, ചാക്കോയ്ക്കും പാച്ചുവിനും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സെയിമാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു മതം എല്ലാ കാര്യങ്ങളും അവരുടെ കാര്യങ്ങൾ ഭയങ്കര ഈക്വലാണ്. അപ്പം ഈ ഒരു കടമ്പ കഴിഞ്ഞ് കിട്ടി. പക്ഷെ നമ്മൾ വിചാരിച്ച പല്ലിനേക്കാൾ കുറച്ചും കൂടെ ഡബിളായി പല്ല്, റൂട്ട് കനാൽ. ഇനി അവൻ സേഫ് ആയാൽ മതി, കാരണം ഒരു 4-5 വർഷം ഇനി നിൽക്കേണ്ട പല്ലാണ്. അപ്പോൾ 2-3 ദിവസം അവനെ കടിക്കുന്നതിൻ്റെ ഒരു ഇഷ്യൂ കാണിക്കും. പിന്നെ നമ്മൾ സൗണ്ട് കേൾക്കുന്നു, സ്റ്റീലാണല്ലോ വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഇത് വരും, എല്ലും കൂടും. ഓ മൈ ഗോഡ്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ഈ ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടില്ല. ഇതെല്ലാം നമ്മൾ പൂഴ്ത്തി വെക്കാനൊന്നും പോണില്ലല്ലോ. പക്ഷെ ഉണ്ടാവണം, പൂഴ്ത്തി വെക്കാനും ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്ക് എന്തായാലും റീഎംബേഴ്സ്മെൻറ്റ് മാത്രമേ കിട്ടുള്ളൂ. ഇത് ഇങ്ങനത്തെ ഒരു സർജറി ആയതുകൊണ്ട് തന്നെ നമ്മളിനിയും സർട്ടിഫിക്കറ്റ് മറ്റേ പേപ്പേഴ്സും കാര്യങ്ങളും അപ്രൂവൽ കൊടുത്തിട്ട് അവർക്കത് ജെന്യുവനാണെന്ന് തോന്നിയാൽ മാത്രം. സംഭവം ഒരു സിവിയർ സംഭവമാണ് ചെയ്തത്. ഒരു 3 മണിക്കൂർ കുട്ടിക്ക് സെഡേഷൻ കൊടുത്തിട്ട് റൂട്ട് കനാൽ ഒറ്റയടിക്ക് ചെയ്ത് അവസാനിപ്പിക്കുക ചെയ്തത്. നമ്മൾ എത്ര നാൾ കൊണ്ട് ചെയ്യുന്നതല്ലേ. പക്ഷെ പിള്ളേർക്ക് ഇതേ പോസിബിൾ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇത് പറഞ്ഞ പിന്നെ കുറേ പേര് എനിക്ക് മെസ്സേജ്, ഞങ്ങളുടെ മോൾക്ക് ചെയ്തു, ഞങ്ങളുടെ മോന് ചെയ്തു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്, നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടല്ലേ, അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇതാണ്. അതുകൊണ്ട് എനിക്ക് പേടിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ മകൻ എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. ബട്ട് ഹാപ്പിയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചതിന് ഒരുപാട് നന്ദി. ഇനി എൻ്റെ കയ്യിൽ കിട്ടണ വരെ എനിക്ക് സങ്കടമാണ്. എന്ത് പറഞ്ഞാലും ഞാൻ അവനെ രാവിലെ തൊട്ട് രാത്രി വരെ നോക്കിയിട്ട് അവൻ്റെ ഒപ്പം മതിയെന്ന്. പക്ഷെ ഞാൻ ഭയങ്കര പ്രൗഡാണ് ആ കാര്യത്തിൽ. എനിക്കത് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. ഓവറായിട്ട് അങ്ങനെ ഒരാളിൽ മാത്രം അറ്റാച്ച്ഡ് ആയി നിൽക്കാണ്ട് രണ്ടുപേരെയും അവൻ ഈക്വലി പാമ്പർ ചെയ്യുന്ന ഒരു കൂട്ടം. രണ്ടുപേരെയും എന്നല്ല, അവൻ എല്ലാവരും ഒരുപോലെ. അതെൻ്റെ സ്വഭാവമാണ് കേട്ടോ. എനിക്ക് എല്ലാവരും വേണം. എൻ്റെ ഒരു സ്വഭാവം ഞാൻ എപ്പോഴും പറയും, ചാക്കോയ്ക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ സ്വഭാവമാണ്. ഇടയ്ക്കൊന്ന് ബ്രേക്കായി, വേറൊന്നും അല്ല, നമ്മളെ ഫാർമസിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ അതിന് പോയതാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ചാക്കോച്ചന് എൻ്റെ ഒരു സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നത്. അവൻ എല്ലാവരെയും ഇങ്ങനെ പാച്ചപ്പ് ചെയ്ത് പോകാൻ ഭയങ്കര ഒരു കഴിവുണ്ട്. പക്ഷെ ചിലർ ചോദിക്കും കേട്ടോ എന്നോട്, ഡോണിനോട് ഇത്രയും അറ്റാച്ച്മെന്റ് 2 മക്കളും കാണിക്കുന്നതിൽ വിഷമം തോന്നണം. കുട്ടികളുടെ അച്ഛനോടല്ലേ അറ്റാച്ച്മെന്റ് കാണിക്കുന്നത്, വേറെ ആരോടും അല്ലല്ലോ. പക്ഷെ എനിക്കത് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. സംഭവം ഞാനാണ് അവരുടെ 24/7 അവരെ ടേക്ക് കെയർ ചെയ്യുന്നതും അവരുടെ A to Z കാര്യങ്ങൾ നോക്കുന്നതും ഒക്കെ. ബട്ട് ദേ ലവ് ദെയർ ഡാഡ്. ഓക്കെ, ഇത് എങ്ങനെ പറയണമെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജാടയായിട്ട് തോന്നും. പക്ഷെ എനിക്കതൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അവരങ്ങനെ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനവർ ചൂട് കയറ്റാനായിട്ട് നിനക്ക് അപ്പേനെയാണോടാ ഇഷ്ടം, അപ്പം അമ്മേനെ ഇഷ്ടമില്ലടാന്നൊക്കെ ഞാൻ ചോദിക്കും കേട്ടോ. അതൊരു രസമാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു ഇത് ഇഷ്ടമാണ് നമുക്ക് മനസ്സിന്. അമ്മമാർക്കത് പ്രത്യേകം മനസ്സിലാവും. അപ്പോൾ പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. ചാക്കോച്ചൻ വന്നിട്ട് ഞാൻ കാണിക്കാം കേട്ടോ.